പരിചയമുള്ള ഒരു സുഹൃത്ത് റോഡരികിൽ ബസ് കാത്തിരിക്കുക. അവനെ കണ്ടപ്പോൾ ഞാൻ വണ്ടി നിർത്തി, എന്റെ കാറിൽ കയറ്റി. കാർ മുന്നോട്ട് പോകുമ്പോ ആദ്യത്തെ അദ്ദേഹത്തിന്റെ സംസാരം, കാറിൽ കയറിയതിനു ശേഷമുള്ള ആദ്യത്തെ സംസാരം, ഓ, ഈ കാറിന് ഇനിയും മാറ്റിയിട്ടില്ലേ? എന്തൊരു പയഞ്ചൻ കാറാണിത്. ഞാനൊന്നും മിണ്ടിയില്ല. പിന്നെ അദ്ദേഹം പറയുന്നത്, ബാക്കിലെ ഡോർ അടിക്കുന്നുണ്ടല്ലോ, ഇതിന്റെ അലൈൻമെന്റ് ചെക്ക് ചെയ്തിട്ടില്ലേ? ഈ കാറൊക്കെ എപ്പം മാറ്റണം? എന്നിങ്ങനെ തുടങ്ങി എന്റെ കാറിന്റെ പോരായ്മകള് എങ്ങനെ എടുത്തു പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, കാറ് മാറ്റണം. ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയി. എന്റെ വീട്ടിലെത്തി. ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു. വീട്ടിൽ ചെന്ന് കയറിയപ്പോ ലിവിംഗ് റൂമിലിരുന്നു. അദ്ദേഹം വീട് ചുറ്റും നിരീക്ഷിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഇതുവരെ പിന്നെ പെയിന്റ് ചെയ്തിട്ടില്ലല്ലേ? ആകെ കലാപരമായ കുട്ടികളുടെ കലയാണല്ലോ മൊത്തം കാണുന്നത്. പിന്നെയും അദ്ദേഹം ഇങ്ങനെ വീക്ഷിച്ചിട്ട് പറഞ്ഞു, ഈ ലൈറ്റൊക്കെ എപ്പം മാറ്റണം? ഇതൊക്കെ പഴയ മോഡലാ. ഒരു പുതിയ മോഡലൊക്കെ വാങ്ങി വെച്ചുകൂടെ? സോഫ സെറ്റിയെ നോക്കിയിട്ട് പറഞ്ഞു, അയ്യേ, ഈ വീടിന് പറ്റിയ സോഫ സെറ്റി അല്ല കേട്ടോ ഇത്. ഇതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. ഇങ്ങനെ എന്റെ വീട്ടിലുള്ള ഓരോ വസ്തുക്കളെ കുറിച്ചും അദ്ദേഹം കമന്റുകൾ പറയാൻ തുടങ്ങി. അപ്പോഴാണ് കളിച്ചുകൊണ്ടിരുന്ന എന്റെ മക്കള് വീട്ടിലേക്ക് ഓടി വന്നത്. അവരെ കണ്ടപ്പോ ഭയങ്കര സന്തോഷത്തോടു കൂടി സുഹൃത്ത് പറഞ്ഞു, വാവ്, എന്ത് ഭംഗിയുള്ള മക്കളാ. പക്ഷെ എന്തൊരു ഡ്രസ്സാ നീ അവർക്ക് ഇട്ടുകൊടുത്തത്. ഒരു നല്ല ഡ്രസ്സ് വാങ്ങിക്കൊടുത്തുകൂടെ? ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇവർക്ക് ഇട്ടുകൊടുക്കരുത് കേട്ടോ. അതും കഴിഞ്ഞു. ഭാര്യ കോഫി കൊണ്ടുവന്നു. കോഫി കപ്പിലേക്ക് നോക്കിയിട്ട്, ഇതെന്താ അല്പം കോഫി? ഈ കപ്പ് നിറച്ചുകൂടായിരുന്നോ? ഭാര്യ ഉടനെ ചോദിച്ചു, അല്പം കൂടി ഒഴിക്കാം. വേണ്ട വേണ്ട, എനിക്കിത് മതി, ഞാൻ പറഞ്ഞേ ഉള്ളൂ. കോഫി ജഗ്ഗിലുണ്ട്. അതും കഴിഞ്ഞു. ഞങ്ങൾ മറ്റു ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. ഫുഡ് റെഡിയായി. ഡൈനിങ് ടേബിളിൽ വെച്ച ഫുഡിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്ഷണിച്ചു. ഒരു ഗസ്റ്റ് എന്ന രീതിയിൽ അല്പം വിഭവസമൃദ്ധമായി തന്നെ ഭക്ഷണം ഒരുക്കിയിരുന്നു. ഭക്ഷണം കഴിക്കാനിരുന്ന് കഴിച്ചു തുടങ്ങിയപ്പോൾ ആദ്യം അദ്ദേഹത്തിന്റെ കമന്റ്, ഉപ്പ് അല്പം കുറവാണല്ലോ. ഇതെന്താ, റൈസാ? ഞാൻ റൈസ് കഴിക്കാറില്ല, എനിക്ക് ചപ്പാത്തിയാണ് ഇഷ്ടം. ഞാൻ ഇത്തരത്തിലുള്ള ഫുഡൊന്നല്ല കഴിക്കാറുള്ളത് എന്നിങ്ങനെ പലതും പറഞ്ഞു. ഭാര്യയ്ക്ക് ചെറിയ നിരാശ, സങ്കടം വന്നു. പക്ഷേ ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞു. ഞങ്ങൾ വീണ്ടും സംസാരിച്ചു കൊണ്ടേയിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പോവാനിറങ്ങി. ഞാൻ അദ്ദേഹത്തെ അടുത്ത ടൗണിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തു. ഈ വന്ന സുഹൃത്ത് നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലേക്ക് വന്ന ഒരു അതിഥിയായി നമ്മളൊന്ന് സങ്കല്പിക്കുക. നമ്മുടെ ഒരു സുഹൃത്താണ് ഈ രീതിയിലൊക്കെ നമ്മോട് സംസാരിച്ചത് എങ്കിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും? അയാൾ ഒന്നുകൂടി വന്നിരുന്നെങ്കിൽ എന്നാണോ നമ്മൾ ആഗ്രഹിക്കുക? അതല്ല ഒന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു എന്നാണോ നമ്മൾ സത്യത്തിൽ ആലോചിക്കുക? ഇനി എന്നാ നീ വരിക, നീ എന്തായാലും വരണട്ടോ എന്നൊരു കമന്റ് നമ്മൾ പറയാൻ സാധ്യതയുണ്ടോ? ഇല്ല എന്നതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് എനിക്കറിയില്ല. എന്റെ യൂണിവേഴ്സിറ്റിയിൽ കൂടെ പഠിച്ച ഒരാൾ, അദ്ദേഹവും സമാനമായ സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു. ഏതൊരു കാര്യം കണ്ടാലും അതിനെക്കുറിച്ച് കുറ്റവും കുറവും മാത്രം പറയുന്ന ഒരാൾ. ഒരിക്കൽ യാദൃശികമായി സുദീർഘമായ കാലത്തിന് ശേഷം കാണാനിടയായി. അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചായിരുന്നു അന്നത്തെ സംസാരം. സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു, ഒരു ട്രെയിനറെ കുറിച്ചായിരുന്നു. എല്ലാവരും അംഗീകരിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, മനോഹരമായി പ്രസന്റ് ചെയ്യുന്ന ഒരു ട്രെയിനറുടെ ട്രെയിനിങ്ങിനെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം, അദ്ദേഹത്തെ കുറിച്ച്? അവൻ പറഞ്ഞു, എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അയാളെ. അയാളുടെ പ്രസന്റേഷൻ പോരാ, തീരെ കണ്ടന്റ് ഇല്ല,
എന്നിങ്ങനെ തുടങ്ങി കുറെ കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് ചിരി വന്നു. പിന്നീട് ഞാൻ ചോദിച്ചു, 10,000-കണക്കിന് കോപ്പി 3-4 എഡിഷനായി ഇറങ്ങിയ ഒരു പ്രശസ്തമായ പുസ്തകം, ആ പുസ്തകത്തെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? ഉടൻ അവന്റെ മറുപടി വന്നു, ഏയ് അതിലെ ലേ ഔട്ട് അത്ര ഭംഗിയില്ല, അതിന്റെ ഫോണ്ട് ഒരു വേറെ ഫോണ്ട് ആയിരുന്നെങ്കിൽ ഒന്നുകൂടി നന്നാവുമായിരുന്നു. അതുപോലെ തന്നെ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളൊക്കെ ഞാൻ അതിൽ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ആ ബുക്കിനെ കുറിച്ചുള്ള കമന്റും തുടർന്നുകൊണ്ടേയിരുന്നു. പ്രഗത്ഭ ഒരു ട്രെയിനറായ, സൗദി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ അബ്ദുറഹ്മാൻ അരീഫി എന്ന് പറയുന്ന ട്രെയിനർ, അദ്ദേഹത്തിന്റെ ഒരു ലേഖനത്തിൽ പങ്കുവച്ച അനുഭവമാണ് ഇത്രയും നേരം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഒരു അനുഭവം. എന്നിട്ട് അബ്ദുറഹ്മാൻ അരീഫി പറയുന്നുണ്ട്, തുടർന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള സ്വഭാവമുള്ള ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ കൂട്ടുകാരിലോ നമ്മുടെ കൂടെ പഠിച്ചവരിലോ ഒക്കെ ആവാം. ഇങ്ങനെയുള്ള ഒരാളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും? അവരെപ്പോഴും പോരായ്മകൾ മാത്രമാണ് കാണുക. ആ വീട്ടിൽ എന്റെ കാറില്ലാത്ത അവന് എന്റെ കാറിൽ കയറിയപ്പോ അതിലെ കുറവുകൾ മാത്രമേ കണ്ടുള്ളൂ. വീട്ടിൽ വന്ന സമയത്ത് AC കുറിച്ച് കുറെ കുറ്റം പറഞ്ഞു. എന്തൊരു ചൂടാ, ഈ AC തീരെ തണുപ്പില്ലല്ലോ എന്നിങ്ങനെ അതിനെക്കുറിച്ചായിരുന്നു കുറ്റം. എത്ര മനോഹരമായ അല്ലെങ്കിൽ എത്ര വിഭവസമൃദ്ധമായ ഭക്ഷണമായിരുന്നു, പക്ഷെ അതിലല്പം ഉപ്പില്ലാത്തത് മാത്രമാണ് അദ്ദേഹം നോട്ട് ചെയ്തത് എന്നിങ്ങനെ തുടങ്ങി അദ്ദേഹം കമന്റ് പറഞ്ഞ ഓരോ വിഷയങ്ങളിലും എത്രയെത്ര നന്മകൾ ഉണ്ടായിരുന്നു, എത്രയെത്ര എടുത്തു പറയാൻ പറ്റിയ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാവരും അംഗീകരിക്കുന്ന പ്രഗത്ഭനായ ഒരു പ്രഭാഷകന്റെ പ്രഭാഷണത്തെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ലത് പറയാനില്ല. ഒരുപാട് ആളുകൾ, 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ വായിച്ച ആ പുസ്തകത്തെക്കുറിച്ച്, അതിലെ കണ്ടന്റിനെ കുറിച്ചോ ഒന്നും അദ്ദേഹത്തിന് പറയാനില്ല. അദ്ദേഹം അവിടെയും കണ്ടെത്തിയത് പേജിന്റെ ലേ ഔട്ടിനെ കുറിച്ചോ അതെങ്കിൽ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന വേർഡിനെ കുറിച്ചോ അതിൽ അറിയാതെ വന്നു പോയ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളാണ് അദ്ദേഹം കണ്ടെത്തിയത്. എന്നിട്ട് പറയാണ്, ഇതുപോലെ ഒരുപാട് ആളുകൾ ഉണ്ടാവും. അവരുടെ പണി ഓരോ വിഷയങ്ങളിലും, അത് വ്യക്തികൾ തമ്മിലുണ്ടാവുന്ന ബന്ധങ്ങളിലും, ഒരു ഓർഗനൈസേഷനിലാണെങ്കിലും, എവിടെയാണെങ്കിലും, സമൂഹത്തിലാണെങ്കിലും ആളുകളിലുള്ള കുറ്റവും കുറവും മാത്രം നോക്കിക്കാണുകയും അതിനെ കുറിച്ച് പരാമർശിക്കുകയും അത് എടുത്ത് ആഘോഷിക്കുകയും ഒരാളിൽ ഒരു കുറവ് കണ്ടാൽ അത് മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുന്നതിലൂടെ ഒരു ആനന്ദം കണ്ടെത്തുന്ന, ഇതൊരു ശരിക്കു പറഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ ഒരു ഡിസോർഡർ കൂടിയാണിത്. അവരവിടെ ആനന്ദം കണ്ടെത്തുന്നത് മറ്റുള്ളവരെ എന്നെക്കാൾ മികച്ചവരായി മാറുമോ എന്ന ഭയത്തിൽ നിന്നും വരുന്ന ഒരു തരം ഒരു ചിന്തയാണിത്. അവിടെ അവർ എന്നെക്കാളും ഉയരത്തിലേക്ക് പോകുമോ എന്ന പേടിയിൽ നിന്ന് മറ്റുള്ളവർ അവരെ അംഗീകരിക്കുമോ, മറ്റുള്ളവരുടെ അംഗീകാരം അവർക്ക് കിട്ടുമോ, അതിലൂടെ എന്റെ സ്ഥാനവും എനിക്ക് കിട്ടേണ്ട പരിഗണനയും മാറിപ്പോകുന്നുവോ എന്ന ചിന്തയിൽ നിന്നും അവർ അത്ര മികച്ചവരൊന്നുമല്ല, അവൻ അത്ര ആപ്റ്റായവനല്ല എന്ന് ബോധ്യപ്പെടുത്തുവാനുള്ള ശ്രമം കൂടിയാണിത്. സോഷ്യൽ മീഡിയകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് മര്യാദകളുണ്ട്. ഈ സോഷ്യൽ മീഡിയകളിൽ എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ കാണുമ്പോഴേക്ക് അതൊരു ഗ്രൂപ്പിൽ ചെന്നുകൊണ്ട് വിമർശിക്കുന്നതിന് പകരം നമുക്ക് സ്നേഹബുദ്ധിയാ, സാഹോദര്യ ബുദ്ധിയാ, ഒരു ഗുണകാംക്ഷയോടുകൂടി ഒരാൾക്ക് തെറ്റുകൾ തിരുത്തി കൊടുക്കാൻ പറ്റും. അവരെ ഓർമ്മിപ്പിക്കാൻ പറ്റും, ഇന്ന കാര്യം നീ ഒന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നീ പറഞ്ഞതിൽ ഇന്ന കാര്യങ്ങളിൽ ചെറിയ തെറ്റുകളുണ്ട്, അതൊന്ന് തിരുത്തണം കേട്ടോ. അത് നമുക്ക് മനസ്സിലാകും, എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അത് പറഞ്ഞു തന്നത് എന്ന്. നേരെ മറിച്ച് എന്നിൽ വന്നൊരു പോരായ്മയാണെങ്കിൽ പോലും ആ പോരായ്മ ഗ്രൂപ്പിൽ വന്ന് ഇന്ന പോരായ്മകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെ എന്നെ തിരുത്തുകയോ എന്നെ ഉപദേശിക്കുകയോ ചെയ്യുന്നതിന് പകരം ആ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് മുന്നിൽ എന്നെ കൊച്ചാക്കുകയാണ് എന്ന ഫീലിംഗ് സ്വാഭാവികമായും നമ്മിൽ ക്രിയേറ്റ് ചെയ്യും. അവരങ്ങനെ ചെയ്യുന്നവർക്ക് ആ ഒരു ടാർഗറ്റ് കൂടി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ വിമർശനം എന്ന് പറഞ്ഞുകൂടാ, ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവാൻ പാടില്ല. എന്തുകൊണ്ട്? ഒരു
ബിസിനസ് ചെയ്യുന്ന ആളുകൾ എന്ന നിലയ്ക്ക്, അതോടൊപ്പം തന്നെ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിൽ നിൽക്കുന്നവരാണല്ലോ നമ്മളൊക്കെ. ഇതിന്റെ ലീഡേഴ്സ് എന്ന നിലയ്ക്ക് നമ്മളിൽ നിന്നും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു സ്വഭാവമാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഈ കാര്യങ്ങളൊക്കെ. ഭക്ഷണം കഴിക്കുമ്പോൾ ചിലപ്പോൾ അറിയാതെ ഒരല്പം കറി നമ്മുടെ ഡ്രസ്സിലേക്ക് വീണെന്നിരിക്കാം. ആ തൂവെള്ള വസ്ത്രത്തിൽ അല്പം കറി വീണ ആ കറി മാത്രമായിരിക്കും, അതിന്റെ പാട് മാത്രമായിരിക്കും ചിലർ ശ്രദ്ധിക്കുക. എന്നിങ്ങനെ തുടങ്ങി ഓരോന്ന് പരിശോധിക്കുമ്പോഴും അവിടെയൊക്കെ കുറവുകളും കുറ്റങ്ങളും ചൊയിഞ്ഞന്വേഷിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്ന് മാത്രം അന്വേഷിച്ച് അതിനെ ഹൈലൈറ്റ് ചെയ്യുകയും അതെടുത്തു പറയുകയും അതിന്റെ പേരിൽ വിമർശിക്കുകയും ചെയ്യുന്ന സ്വഭാവം ഒരിക്കലും ലീഡർക്ക് ഉണ്ടാകാൻ പാടില്ല. എന്തുകൊണ്ട്? ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള ലീഡേഴ്സ് ഉണ്ടാവും. ആ ലീഡേഴ്സിന്റെ പ്രത്യേകത, ഒന്ന്, അവർ നമ്മുടെ അപ്ലൈൻ ആയി പോയല്ലോ എന്നതുകൊണ്ട് മാത്രം മറ്റുള്ളവർ ഇഷ്ടമില്ലാതെ ഫോളോ ചെയ്യുന്ന ലീഡേഴ്സ്, അംഗീകരിക്കേണ്ടി വരുന്ന ലീഡേഴ്സ്. എന്നാൽ സ്ഥാനമോ മാനമോ ഒന്നുമില്ലെങ്കിലും അവരുടെ സ്വഭാവവും പ്രവർത്തനവും കണ്ട് കൂടെ കൂടുന്ന ആളുകളുണ്ടാവും, അവരെ ലീഡറായി പരിഗണിക്കുന്നവരുണ്ടാവും. അങ്ങനെ പരിഗണിക്കപ്പെടുന്ന തരത്തിലേക്ക് നമ്മൾ മാറുമ്പോഴാണ് നമ്മുടെ ബിസിനസ് വളരുക. ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്നത്, ഒരു ലീഡർഷിപ്പിൽ ഇരിക്കുന്ന ആളുകൾ എന്ന നിലയ്ക്ക് നമ്മിൽ ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി നമ്മുടെ പേഴ്സണാലിറ്റി. ഈ പേഴ്സണാലിറ്റി എത്രത്തോളം, ഈ ഒരു വ്യക്തിത്വം നമുക്ക് എത്രത്തോളം നന്നാക്കുവാൻ കഴിയുമോ അതിനനുസരിച്ച് നമ്മുടെ ബിസിനസ്സിൽ മാറ്റമുണ്ടാവും. അപ്പൊ നമ്മളൊക്കെ അസോസിയേറ്റ് ചെയ്ത പലതരത്തിൽ നമ്മൾ ബന്ധപ്പെട്ട ഓർഗനൈസേഷനുകളിലാവട്ടെ, ബിസിനസ്സിലാവട്ടെ, നമ്മുടെ രാഷ്ട്രീയത്തിലാവട്ടെ, സാമൂഹ്യമായി നടക്കുന്ന മറ്റു ക്ലബ്ബുകളോ മറ്റേത് ഓർഗനൈസേഷൻ ആവട്ടെ, അവിടെയൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ചില ലീഡേഴ്സ് ഉണ്ടാവും, നമ്മൾ അംഗീകരിക്കുന്ന ചില ലീഡേഴ്സ് ഉണ്ടാവും. ആരും ആവശ്യപ്പെടാതെ തന്നെ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില ലീഡേഴ്സ് ഉണ്ടാവും. അവരെന്തുകൊണ്ട് നമ്മൾ അങ്ങനെ പരിഗണിച്ചു? എന്തായിരുന്നു അവർക്കുണ്ടായിരുന്ന ക്വാളിറ്റി? എന്നാൽ ഒരിക്കലും നമുക്ക് ഇഷ്ടപ്പെടാത്ത ചില ലീഡേഴ്സും ഉണ്ടാവാറുണ്ട്. എന്തുകൊണ്ടേ നമുക്ക് അവർ ലീഡർ ആവരുത് എന്ന് ആഗ്രഹിക്കാൻ കാരണം, നേരത്തെ പറഞ്ഞതുപോലെയുള്ള അല്ലെങ്കിൽ സമാനമായ മറ്റു ചില സ്വഭാവ ദൂഷ്യങ്ങളോ അവരുടെ വ്യക്തിത്വത്തെ നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത തരത്തിലുള്ള മറ്റു ചില പ്രശ്നങ്ങളൊക്കെ അവരിൽ ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ നല്ല ഒരു ലീഡർ ആകുമ്പോൾ അവരുടെ പേഴ്സണാലിറ്റിക്ക് വലിയ റോളുണ്ട്. നമ്മുടെ കൂടെ എത്ര ആളുകൾ വരണം, നമ്മെ എത്ര ആളുകൾ ലീഡറായി പരിഗണിക്കണം എന്നതിന് നമ്മുടെ സ്വഭാവവും നമ്മുടെ പെരുമാറ്റവും ഏറെ പ്രധാനമാണ്. ദൈവദൂതന്മാരെ കുറിച്ച് പറയുന്നിടത്ത് കാണാൻ കഴിയും, ദൈവദൂതന്മാർക്ക് അപ്പോസ്തലന്മാരെ ഉണ്ടാക്കുവാൻ കഴിഞ്ഞത്, സഹാബാക്കളെ ഉണ്ടാക്കുവാൻ കഴിഞ്ഞതിൽ വലിയൊരു കാര്യമായി എടുത്തു പറയുന്നത് അവരുടെ സ്വഭാവമായിരുന്നു. അവരുടെ സൽസ്വഭാവം കൊണ്ടാണ് അവർക്ക് അത്രയും അപ്പോസ്തലന്മാരെ ഉണ്ടാക്കുവാൻ കഴിഞ്ഞത് എന്ന് വേദഗ്രന്ഥങ്ങളിലൊക്കെ സൂചിപ്പിക്കുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് ഈ ഒരു സ്വഭാവം നമ്മുടെ വ്യക്തിത്വം നമ്മൾ എത്രത്തോളം വികസിപ്പിക്കുവാൻ കഴിയുമോ അതിനനുസൃതമായിരിക്കും നമ്മുടെ കൂടെ ആരൊക്കെ അസോസിയേറ്റ് ചെയ്യണം, നമ്മുടെ കൂടെ വന്നവർ നമ്മുടെ കൂടെ തന്നെ നിൽക്കണോ എന്ന് തീരുമാനിക്കപ്പെടുന്നത്, അതോടൊപ്പം തന്നെ അവർ എത്രത്തോളം ആക്റ്റീവായി നിൽക്കണമെന്ന് തീരുമാനിക്കുന്നത്. ഇതിലെല്ലാം നമ്മൾ അവരോടുള്ള പെരുമാറ്റത്തിലും നമ്മുടെ സ്വഭാവത്തിലും ഏത് രീതിയിലൊക്കെയാണ് എന്നത് ഏറെ പ്രധാനമാണ്. അതുകൊണ്ട് ആസ് എ ലീഡേഴ്സ് നമ്മളൊക്കെ പരിഗണിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. നമ്മുടെ കൂടെയുള്ളവരെ മനസ്സിലാക്കാൻ കഴിയുക. എൻ്റെ റൈറ്റ് ഹാൻഡ് അല്ല നിങ്ങൾ ഇതേപോലെ കൈ പിടിച്ചാൽ നിങ്ങളുടെ ലെഫ്റ്റ് ആയിരിക്കും വരിക. എൻ്റെ റൈറ്റ് സൈഡ് അല്ല, നിങ്ങൾ റൈറ്റ് ഹാൻഡ് പൊക്കിയാൽ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ് ആയിരിക്കും നിങ്ങൾ പൊക്കുക. അതുപോലെ തന്നെ ഓരോന്നും നമ്മളെല്ലാം വ്യത്യസ്തമാണ്. എന്നെ പോലെയല്ല മറ്റൊരാൾ, ഓരോരുത്തരും വ്യത്യസ്തരാണ്. ഈ വ്യത്യാസം നമ്മുടെ രൂപത്തിലും നമ്മുടെ പ്രകൃതിയിലും ഒക്കെ മാറ്റമുള്ളതിനേക്കാൾ കൂടുതൽ സ്വഭാവത്തിലും വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ അതുപോലെ തന്നെ സംസാര രീതികളിൽ, പെരുമാറ്റ രീതികളിൽ എല്ലാറ്റിനും വ്യത്യാസമുണ്ട്. നമ്മുടെ കൂടെ വന്നവർ എല്ലാവരും ഒരുപോലെയല്ല, എല്ലാവർക്കും ഒരേ പൊട്ടൻഷ്യൽ ആവണമെന്നില്ല, എല്ലാവർക്കും ഒരേ കപ്പാസിറ്റി ആവണമെന്നില്ല, ഒരേ സ്കില്ല് ആവണമെന്നില്ല. വ്യത്യസ്ത സ്കില്ലുകളും പൊട്ടൻഷ്യലും കപ്പാസിറ്റിയും ഒക്കെയുള്ള നമ്മുടെ കൂടെ വന്നവരെ ഓരോരുത്തരെയും തിരിച്ചറിയാൻ കഴിയുക എന്നതും ഏറെ പ്രധാനമാണ്.
ആ തിരിച്ചറിവിൽ നിന്ന് അവർക്ക് ആവശ്യമായ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അതോടൊപ്പം തന്നെ മെന്റൽ സപ്പോർട്ട് കൊണ്ടും അവരെ കൂടെ നിർത്തുവാൻ കഴിയുമ്പോഴാണ് അവർ നമ്മൾ കൂടെ വളരെ ആക്റ്റീവായി വരിക. അവരെ മനസ്സിലാക്കാൻ കഴിയണം. അവരോടുള്ള സംസാരം, അവരുള്ള പ്രതികരണങ്ങൾ, അവരിൽ കാണുന്ന എന്തെങ്കിലും കുറവുകൾ കാണുമ്പോൾ നീ എന്താ അങ്ങനെ ചെയ്തത്, നീ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, എനിക്ക് ഇങ്ങനെ ചെയ്തുകൂടായിരുന്നോ, ഇങ്ങനെയുള്ള വിമർശനങ്ങൾ വരുമ്പോ സ്വാഭാവികമായും അവർക്ക് മടുപ്പാണ് വരിക. അതൊരു ഉപദേശമായി അല്ല അവർക്ക് ഫീൽ ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കൂടെയുള്ളവരെ മനസ്സിലാക്കുകയും അതിന്റെ മുന്നോടിയായി നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കുകയും ചെയ്യുക എന്നത് ഏറെ പ്രധാനമാണ്. എന്റെ സ്വഭാവം എന്തൊക്കെയാണ്, എന്റെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, എന്റെ പോരായ്മകള്, എന്റെ അടുത്ത് വന്നു പോകുന്ന അമിതമായ ദേഷ്യമുണ്ട്, ആ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ പഠിക്കുക. കഴിഞ്ഞ ദിവസം നമ്മുടെ ചെയർമാൻ സാർ പറഞ്ഞ പോലെ ക്ഷമ, ആ ക്ഷമ എന്ന് പറയുന്ന സ്വഭാവം നമ്മൾ ആർജിച്ചെടുക്കാൻ കഴിയണം, അത് വളർത്തിക്കൊണ്ടുവരാൻ കഴിയണം. അപ്പോഴാണ് ദേഷ്യം എന്ന് പറയുന്നത് കുറച്ചു കൊണ്ടുവരാൻ കഴിയുക. അപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ അകാരണമായി ദേഷ്യപ്പെടാൻ സാധ്യതയുണ്ട് എങ്കിൽ അവിടെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. അപ്പൊ അവരുള്ള സംസാരത്തിൽ നമ്മൾ മാറ്റം വരുത്തണം, നമ്മൾ കൂടെ കൂടിയവരോടുള്ള പെരുമാറ്റത്തിൽ നമുക്ക് മാറ്റം ഉണ്ടാവണം. അപ്പോ സ്വാഭാവികമായും അവരുടെ പ്രതികരണങ്ങളും അവർ നമുക്ക് തിരിച്ചു തരുന്ന ആ ഒരു റെസ്പെക്റ്റിലും മാറ്റങ്ങൾ ഉണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോഴാണ് ഒരു ലീഡർ യഥാർത്ഥ ലീഡറായി മാറുക. അവിടെയാണ് നമ്മുടെ ബിസിനസ് വളരുക. നമ്മുടെ ബിസിനസ് വളരുന്നില്ല, ആരും വർക്ക് ചെയ്യുന്നില്ല. പല ലീഡേഴ്സും പറയുന്ന കംപ്ലൈന്റാ, ആരും വർക്ക് ചെയ്യുന്നില്ല, അവരൊക്കെ വേറെന്തൊരു കാര്യങ്ങളിലൊക്കെയാണ് എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിളിച്ചാലും അവർ വരില്ല, ഒരു മീറ്റിംഗ് വിളിച്ചാലും വരുന്നില്ല, ആർക്കും ഇതിലൊന്നും താല്പര്യമില്ല, ആർക്ക് വേണ്ടിയാ എന്നൊക്കെ പറഞ്ഞ് വെറുതെ വികാരം കൊള്ളുന്ന ആളുകളുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ വിളിച്ചിട്ട് അവർ വരാത്തത്? നമ്മൾ ഒരു ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ടോ? എന്തുകൊണ്ട് അവർ എന്റെ കൂടെ വരുന്നില്ല? എന്നിട്ട് നമ്മൾ മറ്റു ടീമുകളെ നോക്കിയിട്ട് പറയും, ആ ടീം എത്ര ആക്റ്റീവാ, അവരൊക്കെ ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു, എന്റെ കൂടെ കിട്ടിയവരുടെ ഒരു അവസ്ഥയെ എന്നൊക്കെ പറഞ്ഞ് കൂടെയുള്ളവരെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നിട്ട് മറ്റു ടീമുകളെ നോക്കിയിട്ട് പറയും, അവരെത്ര ആക്റ്റീവാ, അവരെത്ര മനോഹരമായിട്ടാ പോകുന്നത്, അവരുടെ മീറ്റിങ്ങുകളൊക്കെ എന്തൊരു ഭംഗിയാ, എല്ലാവരും പ്രസന്റ് ആവും. അവിടെ നമ്മൾ ആലോചിക്കേണ്ടത് എന്തുകൊണ്ട് അവിടെ ഉള്ള ആളുകളെല്ലാം ആക്റ്റീവായി നിൽക്കുന്നു, അവരെല്ലാം വർക്കിലേക്ക് വരുന്നു, ഈ ലീഡർ വിളിച്ച ഏത് പ്രോഗ്രാമിലും അവർ അറ്റൻഡ് ചെയ്യുന്നു, എന്തുകൊണ്ട് എന്റെ കൂടെ ആരും വരുന്നില്ല? അവിടെ എന്റെയും അവിടെ നിൽക്കുന്ന ലീഡറുടെയും സ്വഭാവം താരതമ്യം ചെയ്യുമ്പോൾ അത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും കഴിയണം. എൻ്റെ അടുത്ത് ചില പോരായ്മകളുണ്ട്, ഈ ആളുകൾ അങ്ങോട്ട് പോയാൽ അവരും ഇതുപോലെ ആക്റ്റീവ് ആവും, അത് മനസ്സിലാക്കാൻ കഴിയണം. അപ്പൊ കൂടെ കൂടിയവരുടേതല്ല പ്രശ്നം, എന്റേതാണ് പ്രശ്നമെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയുമ്പോഴാണ്, അവിടെ നിന്നാണ് നമ്മൾ വളരുന്നത്. നമ്മൾ മറ്റുള്ളവരെ വിമർശിക്കുമ്പോൾ ഞാൻ പെർഫെക്റ്റ് ആണല്ലേ, ഈഗോയെ കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ടല്ലോ വ്യത്യസ്തമായ ഈഗോയിൽ, ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാൻ പെർഫെക്റ്റാ, എനിക്കെല്ലാം അറിയാം. മറ്റുള്ളവരെ പരസ്യമായി വിമർശിക്കുമ്പോൾ ഞാൻ ഏറ്റവും അറിവുള്ളവൻ, അവർ അറിവില്ലാത്തവരാണ്, ഞാൻ എക്സ്പീരിയൻസ്ഡ് ആണ്, മറ്റുള്ളവർക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ല. ഇതുപോലെയുള്ള ഫീലിങ്ങുകൾ ഇത് മറ്റുള്ളവരെ അറിയിക്കുവാനും ഞാനാണ് ഏറ്റവും അതിന് ആപ്റ്റ് ആയവൻ എന്ന് ബോധ്യപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, എന്നാൽ ആളുകളുടെ മനസ്സിൽ ഇവന്റെ സ്ഥാനവും ഇവനുണ്ടായിരുന്ന റെക്കഗ്നീഷനും എല്ലാം താഴ്ന്നു പോവുകയാണ്, ഇല്ലാതെ പോവുകയാണ് എന്ന് എങ്കിലും നമ്മൾ തിരിച്ചറിയുക. ആരും അത്തരക്കാർ ഇഷ്ടപ്പെടില്ല. അവർ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഇങ്ങനെ ഷൈൻ ചെയ്താൽ എന്നെ എല്ലാവരും അംഗീകരിക്കുമെന്ന്. യഥാർത്ഥത്തിൽ അവർക്ക് അംഗീകാരമല്ല കിട്ടുന്നത്, അവരുടെ സ്ഥാനവും അവരെ കുറിച്ചുണ്ടായിരുന്ന ആളുകളുടെ മനസ്സിലുണ്ടായിരുന്ന പദവിയുമാണ് ഇവിടെ കുറഞ്ഞു പോകുന്നത്. അപ്പൊ സ്വയം തിരിച്ചറിയുക, എന്റെ പോരായ്മയാണോ എന്നതിനെ കുറിച്ച് ആലോചിക്കാനെങ്കിലും നമ്മൾ ഒരു 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 അല്പസമയമെങ്കിലും അതിന് മാറ്റിവെക്കുക, എന്നിട്ടൊന്ന് പരിശോധിക്കുക. ഇനി ആരെങ്കിലും നമ്മോട് വല്ല പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചു തന്നാലോ, ആ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുമ്പോഴേക്ക് എന്നെ ഉപദേശിക്കാൻ നീ ആരാ, നിന്റെ അടുത്ത് എത്ര കുറ്റങ്ങളുണ്ട് എന്ന് അവനോട് പറയുകയോ, അല്ലെങ്കിൽ വേറെ അവനപ്പൊ എന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നത്, അവർക്ക് വല്ലതും അറിയോ, അവനെന്താണ് അറിയുക, ഇങ്ങനെയുള്ള അവനെ തിരിച്ചക്രമിക്കുന്നതിന് പകരം
അവർ പറഞ്ഞതിൽ വല്ല കഴമ്പുമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുകയും, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ടീച്ചർ ട്രെയിനിങ് കോഴ്സുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു മേഖല കൈകാര്യം ചെയ്യാറുണ്ട്. ഓരോരുത്തരും ക്ലാസ്സുകൾ എടുക്കും. ഈ ക്ലാസ് എടുക്കുന്നത് നമ്മൾ ഏതെങ്കിലും സ്കൂളുകളിലെ ക്ലാസ് റൂമുകളിലായിരിക്കും ക്ലാസ് എടുക്കുന്നത്. പക്ഷെ നമ്മുടെ കൂടെയുള്ള സഹപാഠികള് നമ്മുടെ ക്ലാസ് വീക്ഷിക്കും. എന്നിട്ട് അവര് ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു ഫീഡ്ബാക്ക് നമുക്ക് തരും. ഒരു ക്രിറ്റിസം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരു ഫീഡ്ബാക്ക് തരും. ആ ഫീഡ്ബാക്കില് അവർ നമ്മുടെ നൃത്തം, നമ്മുടെ സംസാരം, നമ്മുടെ ഐ കോണ്ടാക്ട്, ക്ലാസ് റൂം മാനേജ്മെന്റ്, നമ്മുടെ ബ്ലാക്ക് ബോർഡ് യൂസിങ് എന്ന് വേണ്ട ടീച്ചിങ് സ്കില്ലുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളെയും ഇഴകീറി അവർ പരിശോധനയ്ക്ക് വിധേയമാക്കി നമ്മോട് പറയും. ഈ സമയത്ത് അതെല്ലാം നോട്ട് ചെയ്ത്, അത് എൻ്റെ അടുത്ത് വന്ന കുറവാണോ, ആവർത്തിച്ച് പറഞ്ഞ വാക്കുകള്, സംസാരത്തിൽ വന്ന പോരായ്മകള്, ഇവയൊക്കെയാണ് അവർ സൂചിപ്പിക്കുന്നത് എങ്കിൽ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി നോട്ട് ചെയ്ത് ശരിയാണോ എന്നത് നമ്മൾ തന്നെ പരിശോധിച്ച് അത് തിരുത്താനുള്ള ശ്രമം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പെർഫെക്റ്റ് ആയി മാറുക. നേരെ മറിച്ച് എന്നെ വിമർശിച്ചതാണ്, എന്നെ കുറ്റം പറഞ്ഞതാണ് എന്ന് വിചാരിച്ച് നമ്മൾ അതിനെതിരെ പുറംതിരിഞ്ഞു നിന്നാൽ നമ്മൾ എന്നും ആ കുറവുകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അത് പ്രസന്റേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി കൂടിയാണത്. അപ്പൊ ആ രീതിയിൽ ഒരു സെക്കൻഡ് പേഴ്സൺ ആണ് ഞാനിപ്പോൾ സംസാരിക്കുന്നതിൽ തന്നെയുള്ള കുറവുകളും പോരായ്മകളും സെക്കൻഡ് പേഴ്സൺ ആയ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ഏറ്റവും നല്ലത് എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ പറയുന്നതും ചെയ്യുന്നതും. അത് എനിക്ക് മനസ്സിലാവണമെന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനായിരിക്കും ഏറ്റവും പെർഫെക്റ്റ്. പക്ഷെ സെക്കൻഡ് പേഴ്സൺ അവരാണ് എന്നിലുള്ള പോരായ്മകൾ മനസ്സിലാക്കുക. അവരത് തിരുത്തി തരുമ്പോൾ അത് ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയുമ്പോൾ മാത്രമാണ് ഞാൻ ഉയരങ്ങളിലേക്ക് പോകുന്നത്. അതല്ല എങ്കിൽ എൻ്റെ വ്യക്തിത്വം അവിടെ വികസിക്കുകയല്ല ചെയ്യുന്നത്, അത് കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കും. എൻ്റെ ഒരു അനുഭവം ഞാൻ പങ്കുവെക്കാം. കോളേജിൽ ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് നമുക്കൊരു ആവേശം കൂടുതൽ ഉണ്ടാവുമല്ലോ. നമ്മൾ വർക്ക് ചെയ്യാൻ ഒരു പുതിയ കമ്പനിയിലാവട്ടെ, പുതിയ ഒരു വർക്ക് പ്ലേസിൽ ചെല്ലുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ നമുക്കുണ്ടാവും, ഒരുപാട് ആശയങ്ങൾ ഉണ്ടാവും. അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന അതിയായ ആഗ്രഹത്തിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. കോളേജിൽ ചെന്ന സമയത്ത് വേൾഡ് അറബിക് ലാംഗ്വേജ് ഡേയോട് അനുബന്ധിച്ച് കുട്ടികളോട് ഞാൻ പറഞ്ഞു, നമുക്കൊരു കൈയെഴുത്ത് മാഗസിൻ ഉണ്ടാക്കാം. കുട്ടികളും വലിയ താല്പര്യത്തോടു കൂടി വന്നു. ഞങ്ങൾ ഒരുപാട് തിരക്കുകൾക്കിടയിൽ സയൻസ് പഠിക്കുന്ന, കെമിസ്ട്രിയും ബോട്ടണിയും സുവോളജിയും എല്ലാം പഠിക്കുന്ന കുട്ടികൾ, സെക്കൻഡ് ലാംഗ്വേജ് ആയി അറബിക് ഭാഷ തെരഞ്ഞെടുത്ത കുട്ടികൾ അവിടെ ലാബും പ്രാക്ടിക്കലും റെക്കോർഡും ഇതുപോലെയുള്ള ഒരുപാട് തിരക്കുകൾക്കിടയിൽ സമയം കണ്ടെത്തി അവർ ഒരു ഐച്ഛിക ഭാഷ മാത്രമായി തെരഞ്ഞെടുത്ത ഒരു അറബി, അവർക്ക് അത്ര വശമല്ലാത്ത അറബി ഭാഷയിൽ അവർ കയ്യെഴുത്ത് മാഗസിൻ റെഡിയാക്കി. അതിന്റെ വലിയൊരു സദസ്സിൽ വെച്ച്, കോളേജിൽ നടന്ന ഒരു ഫംഗ്ഷനിൽ വെച്ച് അതിന്റെ പ്രകാശനവും നിർവഹിച്ചു. ഈ ഒരു മാഗസിൻ അവിടെ അതിനു മുമ്പ് വർക്ക് ചെയ്ത 20 വർഷത്തോളം അധ്യാപകനായി വർക്ക് ചെയ്ത അദ്ദേഹത്തിന് കൊടുത്തപ്പോ അദ്ദേഹം ഫസ്റ്റ് തന്നെ അതിങ്ങനെ മറിച്ചു നോക്കി, ജസ്റ്റ് ഇങ്ങനെ മറിച്ചു നോക്കിയിട്ട് പൂട്ടി. എന്നിട്ട് കുട്ടികളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇതിൽ ഒരുപാട് തെറ്റുകളുണ്ട്, അതൊക്കെ ശ്രദ്ധിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് ഒറ്റപ്പോക്ക്. എനിക്ക് വലിയ വിഷമം തോന്നി. എന്നോട് അത് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അത്ര പ്രശ്നമല്ല. പക്ഷെ ഈ കുട്ടികളെ മനസ്സിലാക്കാതെ ആരാണ് ഇത് ഉണ്ടാക്കിയത്, അവരെടുത്തൊരു എഫേർട്ട് എന്ത്, ഇതുവരെ ഈ കോളേജിൽ ഇല്ലാത്ത ഒരു സാധനം കുട്ടികൾ കൊണ്ടുവന്നല്ലോ, അവർ ചെയ്തല്ലോ, ഇതൊന്നും പരിഗണിക്കാതെ മക്കളുടെ മുഖത്ത് നോക്കി ഇത് പറഞ്ഞപ്പോ എനിക്ക് വലിയ സങ്കടം തോന്നി. ഞാൻ അവരെ ആശ്വസിപ്പിച്ചു, സാരമില്ല, അത് സാറ് വേറൊരു അർത്ഥത്തിൽ എന്തെങ്കിലും ഉദ്ദേശിച്ച് പറഞ്ഞത്, ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും, ഞാനൊരു മാഗസീൻ ആണല്ലോ, അത് വേറുള്ളവർ വായിക്കുമല്ലോ, അതൊക്കെ ഉദ്ദേശിച്ച് പറഞ്ഞതായിരിക്കും, അതത്ര പ്രശ്നമാക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരെ ഒന്ന് സോൾവ് ചെയ്തെങ്കിലും കുട്ടികൾക്ക് അത് വലിയ വിഷമം ഉണ്ടാക്കി എന്നത് നമുക്ക് അവരുടെ മുഖത്തിൽ നിന്നും വായിക്കാൻ കഴിഞ്ഞു. പിന്നീട് ഒരിക്കൽ പിറ്റത്തെ വർഷം വന്നപ്പോ ഞാൻ അവരോട് വീണ്ടും ഒരു മാഗസിനെ കുറിച്ച് പറഞ്ഞപ്പോ അവർ പറഞ്ഞു, അത് വേണ്ട സാറേ, അത് അപ്പൊ എന്ത് പറ്റി, അത് വേണ്ട, അത് ഇനി ഓരോരുത്തർ കണ്ട് ഞങ്ങളല്ലേ എഴുതുന്നത്,
അത് ചില തെറ്റുകളൊക്കെ ഉണ്ടായാല് അതൊക്കെ പ്രശ്നമല്ലേ? അന്ന് പറഞ്ഞ ആ ഒരു കമന്റ് അവിടെ മനസ്സിലേൽപ്പിച്ച മുറിവിന്റെ ആഴം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നതാണ് അന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം ഇന്നേ വരെ 20 വർഷത്തോളം ജോലി ചെയ്തിട്ട് ചെയ്യാത്തൊരു കാര്യം ഇന്നലെ വന്ന് എന്നിലൂടെ അത് ഇംപ്ലിമെന്റ് ചെയ്തതിലുള്ള നിരാശയാവാം ഒന്നുകിൽ. കാരണം മറ്റ് അധ്യാപകരെല്ലാം അതിനെ വളരെ പ്രശംസിച്ചപ്പോ, അപ്രിഷിയേറ്റ് ചെയ്തപ്പോ ഉണ്ടായ ഒരു ഫീലിംഗിൽ നിന്നാവാം ഒരുപക്ഷെ അദ്ദേഹം അങ്ങനെ പ്രതികരിച്ചത്. അങ്ങനെ പല കാരണങ്ങളും ഉണ്ടാവാം. അപ്പൊ അവിടെ ഈ മക്കളോട് ഒന്ന് അഭിനന്ദിച്ചിരുന്നെങ്കിൽ അവിടെ ഒരു പ്രിന്റഡ് മാഗസിൻ തന്നെ അതിൽ പോകുന്നിട്ടുണ്ടാവാം. പക്ഷെ ആ ഒരൊറ്റ കയ്യെഴുത്ത് മാഗസിനിലേക്ക് ഒതുങ്ങാൻ ആ ഒരൊറ്റ വാക്ക് മതിയായി എന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരെ വിമർശിക്കുമ്പോഴും കുറവുകളും കുറ്റങ്ങളും പറയുമ്പോൾ അതൊരു വിമർശനമായിട്ടല്ല നമ്മൾ പറയേണ്ടത്, മറിച്ച് ഒരു സതുപദേശത്തിന്റെ രൂപത്തിലാവണം നമ്മൾ പറയേണ്ടത്. അത് കേൾക്കുന്നവന് ഫീൽ ചെയ്യണം, എന്നോടുള്ള സ്നേഹത്തോടു കൂടിയാണ്, എന്നിലുള്ള കുറവുകൾ മാറണമെന്ന സതുദ്ദേശം ഈ പറയുന്ന വ്യക്തിക്കുണ്ട് എന്ന് നമ്മുടെ വാക്കിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയണം. ആ രീതിയിലാവണം നമ്മൾ. അപ്പൊ എപ്പോഴും നല്ലത് ഒരു പൊതു പ്ലാറ്റ്ഫോമുകളിൽ അത്തരം അഭിപ്രായങ്ങൾ പറയുന്നതിന് പകരം വ്യക്തിപരമായി കുറവുകളും കുറ്റങ്ങളും സതുദ്ദേശത്തോടു കൂടി, അറബിയിൽ അതിന് നസീഹത്ത് എന്ന് പറയും. നസീഹത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടു കൂടിയുള്ള സതുദ്ദേശത്തോടു കൂടിയുള്ള ഉപദേശത്തിനെയാണ് നസീഹത്ത് എന്ന് പറയാം. മറ്റ് വിമർശനമാണ്, ക്രിറ്റിസമാണ്, വിമർശനമാണ്. വിമർശനത്തെ ഒരിക്കലും ആരും ഇഷ്ടപ്പെടാറില്ല. അത് ആരും ഇഷ്ടപ്പെടില്ല. അത് ഉള്ളത് യാഥാർത്ഥ്യമാണെങ്കിൽ പോലും അത് ഉൾക്കൊള്ളാൻ മനുഷ്യന് വലിയ പ്രയാസം ഉണ്ടാവും. അപ്പോ ഞാൻ സൂചിപ്പിച്ചു വന്നത്, നമ്മൾ ലീഡേഴ്സ് എന്ന രീതിയിൽ നമ്മുടെ കൂടെയുള്ളവരെ എങ്ങനെ പരിഗണിക്കണമെന്നത്, അവരെന്ത് നല്ലൊരു കാര്യം ചെയ്യുമ്പോഴും ഒരു വർക്ക് ചെയ്താൽ പോലും അപ്രിഷിയേറ്റ് ചെയ്യാൻ നമ്മൾ മടി കാണിക്കരുത്. അതിന് വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ ചെയർമാൻ സാർ. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, ഏത് ചെറിയ ഒരു കാര്യം ചെയ്താൽ പോലും നമ്മുടെ ബഹുമാനായ ചെയർമാൻ സാർ അപ്രിഷിയേറ്റ് ചെയ്യാൻ ഒരിക്കലും മടി കാണിക്കാത്ത, അതിന് പിശുക്ക് കാണിക്കാത്ത ഒരു വലിയ ക്വാളിറ്റി സാറിൽ ഞാൻ എപ്പോഴും കാണും. സാർ ഇതിലുണ്ടോന്ന് എനിക്കറിയില്ല പ്ലാറ്റ്ഫോമിൽ. എപ്പോഴും സാർ എങ്ങനെയാ, എന്ത് ചെയ്താലും വെരി ഗുഡ്, നല്ല ഒരു അഭിപ്രായം ആദ്യം പറയും. അത് നമുക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. ഇപ്പൊ ഇന്ന് മമ്മൂട്ടി സാറ് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഇന്നലത്തെ പ്രോഗ്രാമിനെ കുറിച്ച്, സുധീർ സാറെ കുറിച്ച്, സജി മാമിനെ കുറിച്ച്, എല്ലാത്തിനെ കുറിച്ചും ഒരു പോസിറ്റീവായ റെസ്പോൺസ് പറഞ്ഞപ്പോ നമുക്കൊക്കെ ഒരു സന്തോഷം ഉണ്ടായി, എല്ലാവർക്കും ഒരു സന്തോഷം ഉണ്ടായി. അത് ഇനിയും ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കൂടിയാണ്. അത് നമ്മുടെ കൂടെയുള്ളവരെ, ഒരു ലീഡർഷിപ്പിലുള്ള ആളുകൾ എന്ന നിലയ്ക്ക് നമ്മുടെ കൂടെയുള്ളവർക്ക് കൂടി ഇത് കൊടുക്കുക. ഇതൊന്നും കൊടുത്താൽ തീരുന്നതല്ലല്ലോ. അതതിന്റെ പ്രത്യേകത. നല്ല വാക്ക് ഒരാളോട് പറഞ്ഞു മതി, അത് തീർന്നു പോവോ? ഇല്ല, അതെത്രയും കൊടുക്കാം. അത് കൊടുത്താൽ അതിന്റെ റിസൾട്ട് നമ്മിലേക്ക് തിരിച്ചു വരുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയുമെന്നതാണ് ഞാൻ സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ വ്യക്തിത്വ വികാസം എന്നുള്ളത് അത് നമ്മുടെ ബിസിനസ്സിൽ, നമ്മുടെ സമൂഹത്തിലുള്ള നമ്മുടെ സ്ഥാനങ്ങളും പദവികളും പരിഗണനയും നമുക്ക് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു റെസ്പെക്റ്റും എല്ലാം തീരുമാനിക്കുന്നതിൽ വലിയ റോള് നമ്മുടെ വ്യക്തിത്വത്തിനാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുകയും, ആ വ്യക്തിത്വം നന്നാക്കുമ്പോഴാണ് നമ്മുടെ കൂടെ ആരൊക്കെ അസോസിയേറ്റ് ചെയ്യണമെന്നും അസോസിയേറ്റ് ചെയ്തവർ നമ്മുടെ കൂടെ തന്നെ നിലനിൽക്കണോ എന്നതും തീരുമാനിക്കുന്നത്. അതിനാൽ തന്നെ നമ്മളിലുള്ള പോരായ്മകളെ കുറിച്ച് ഒന്നുകൂടി പരിശോധിക്കുവാനും നമ്മൾ സ്വയം വിലയിരുത്തുവാനും, ആരെങ്കിലും സതുദ്ദേശത്തോടു കൂടി എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ അത് ഉൾക്കൊള്ളുവാനും, അത് പരിശോധനയ്ക്ക് വിധേയമാക്കി മാറ്റേണ്ടതുണ്ടെങ്കിൽ, ഒന്നുകൂടി നന്നാക്കേണ്ടതുണ്ടെങ്കിൽ അത് നന്നാക്കുവാനുള്ള ആ ഒരു മാനസികാവസ്ഥ കൂടി നമ്മളെല്ലാവരും ആർജിക്കണം. നമ്മൾ എപ്പോഴും മറ്റുള്ളവർക്ക് നന്മ പകർന്നു കൊടുക്കാൻ ശ്രദ്ധിക്കുക, പോസിറ്റീവ് കൊടുക്കാൻ ശ്രദ്ധിക്കുക, നെഗറ്റീവുകൾ കൊടുക്കാതിരിക്കുക. ഇനി നമ്മൾ പോരായ്മകൾ പറഞ്ഞു കൊടുക്കുമ്പോഴും അതിനൊരു മെത്തേഡ് ഉണ്ട്, സാൻഡ്വിച്ച് മെത്തേഡ് എന്നാണ് പറയാം. മുകളിലും താഴെയും അതിന് നടുവിലാണ് മറ്റു സാധനങ്ങൾ ഫില്ല് ചെയ്യുക. ഇപ്പൊ ആദ്യം നന്മ പറയുന്നു, ഇനി എന്താണോ തിരുത്തേണ്ടത് അത് പിന്നെ പറയുന്നു, അവസാനവും നന്മ പറയുന്നു. ഒരു സാൻഡ്വിച്ച് പോലെയാവണം നമ്മൾ ഒരു ഫീഡ്ബാക്ക് കൊടുക്കേണ്ടത്, സാൻഡ്വിച്ച് മെത്തേഡ്. അപ്പൊ ആദ്യം അദ്ദേഹത്തിന് അതിന്റെ പോസിറ്റീവ് വശങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇനി തിരുത്തേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക,
അവസാനവും നല്ലതിനെ കുറിച്ച് നല്ലത് മാത്രം പറയുക. അപ്പൊ ആ ആദ്യവും അവസാനവും കിട്ടിയ ആ ഒരു പോസിറ്റീവ് സ്ട്രോക്കിന്റെ കൂടെ തിരുത്തേണ്ട കാര്യം കൂടി കിട്ടുമ്പോൾ അത് തിരുത്താനും ഉൾക്കൊള്ളാനും അവർക്ക് സാധിക്കുമെന്നതാണ്. അപ്പൊ ലീഡർഷിപ്പ് നിൽക്കുന്നവർ എന്ന നിലയ്ക്ക് നമ്മുടെ ബിസിനസിന്റെ വളർച്ച, നമ്മുടെ ബിസിനസിന്റെ ഉന്നതി ഇതാവണം നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവേണ്ടത്. അതിന് വേണ്ട പ്രവർത്തനങ്ങളാണ് നമ്മൾ ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് സ്ട്രോക്ക് പരമാവധി കൊടുക്കുവാനും ഏതൊരു പ്രവർത്തനം ചെയ്താലും അതിനെ അപ്രിഷിയേറ്റ് ചെയ്യുവാനും നമ്മൾ മറക്കാതിരിക്കുക. നമ്മൾ നല്ലത് മാത്രം, സംശുദ്ധമായത് മാത്രം ആയതിൽ മാത്രം ചെന്നിരിക്കുകയും അത് മാത്രം കഴിക്കുകയും സംശുദ്ധമായത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന തേനീച്ചകളായി നമ്മൾ മാറുക. മ്ലേച്ഛമായ മുറിവുകളിലും മ്ലേച്ഛമായതിലും മാത്രം ചെന്നിരിക്കുകയും അത് ഭക്ഷിക്കുകയും അതിലൂടെ രോഗവും മറ്റു വേണ്ടാത്തതും പകരുകയും ചെയ്യുന്ന ഈച്ചകളാവാതിരിക്കുക. നമ്മളെപ്പോഴും തേനീച്ചകളെ പോലെ ആവുക, ഈച്ചകളാവാതിരിക്കുക എന്നത് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. എല്ലാവിധ വിജയങ്ങളും നമ്മുടെ ബിസിനസ്സിലെ വളർച്ചയും എല്ലാവർക്കും സാധിക്കട്ടെ. അതിന് നമ്മുടെ വ്യക്തിത്വം അതിന് കാരണമാവട്ടെ. എന്തെങ്കിലുമൊക്കെ പരസ്പരം ഉപദേശിക്കുവാനും സതുദ്ദേശത്തോടുകൂടി പകർന്നു കൊടുക്കുവാനും മാറ്റങ്ങൾ വരുത്തുവാനും അത് മറ്റുള്ളവരുടെ വ്യക്തിത്വത്തെ മുറിവേൽപ്പിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ വാക്കുകളോ പ്രവർത്തനങ്ങളോ ആവാതിരിക്കുവാനും നമ്മളൊക്കെ ശ്രദ്ധിക്കുക. നല്ലൊരു ദിവസവും നല്ലൊരു ജീവിതവും നല്ലൊരു ബിസിനസ് വളർച്ചയും എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ആൾ.